നമസ്കാരം. 40-45 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയാണോ നിങ്ങൾ എങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. കുട്ടികളൊക്കെ പഠിത്തം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും, വിവാഹം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും, പുറത്ത് പോയി സെറ്റിൽഡ് ആയിട്ടുണ്ടാവും, കുട്ടികൾ സ്കൂള് എന്നുള്ള വിഷയങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ മെയിൻ പരിപാടി വീട് തുടച്ച് തൂത്ത് വൃത്തിയാക്കി വെക്കലാണോ? ചില സ്ത്രീകളുണ്ട്, 24 മണിക്കൂറും വീട് വൃത്തിയാക്കലാണ് അവരുടെ മെയിൻ പരിപാടി. ഇതിനകത്ത് രസം കണ്ടെത്തുന്നത്, പാഷനായിട്ട് തോന്നുന്നത്, അത് സമയം കൊല്ലിയായിട്ട് മാറുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ആരോഗ്യം. ഒരു ബേസിക് വൃത്തിയും വീറും ഒക്കെ വേണം, പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ഈ ഓവർ വൃത്തിയാക്കൽ നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കും. ഒരു കാര്യം അറിയാമോ, നിങ്ങൾ ഈ വീട് എങ്ങും കൊണ്ടുപോകുന്നില്ല, നിങ്ങൾ ഒറ്റയ്ക്കാണ് പോകാൻ പോകുന്നത്. ഈ വീട് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുകയോ ആർക്കെങ്കിലുമൊക്കെ വാടകയ്ക്ക് കൊടുക്കുകയോ, ഒരുപക്ഷെ മക്കൾ ഇത് പൊളിച്ചു കളഞ്ഞ് വേറെ വെക്കുകയോ ഒക്കെ ചെയ്യാം. അവർ താമസിക്കണമെന്നോ നിങ്ങളുടെ മക്കൾ തന്നെ ഇവിടെ താമസിക്കണമെന്ന് പോലും ഒരു നിർബന്ധവുമില്ല. അവർ താമസിച്ചാലും ഇതേ ഫോമിൽ അവർ നിലനിർത്തണമെന്നുമില്ല. ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കുള്ള ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു. കുട്ടികൾ പഠിക്കാൻ പോകുമ്പോഴും നിങ്ങളുടെ ജോലിയും ഒക്കെ ആയിരുന്നു ഏറ്റവും തിരക്കുള്ള ഭാഗങ്ങൾ. അത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് സ്വസ്ഥമായി നിങ്ങളുടേതായ കുറച്ച് സമയം കണ്ടെത്താം. നിങ്ങൾക്ക് വായിക്കാൻ, നിങ്ങൾക്ക് യാത്രകൾ പോകാൻ, നിങ്ങൾക്ക് കൂട്ടുകാരുമായ ഒരു മ്യൂസിക് പരിപാടി കാണാൻ പോകാൻ, ഭർത്താവുമായി കൂടുതൽ അടുക്കാൻ, ഭർത്താവുമായി കൂടുതൽ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ ഒക്കെ നിങ്ങളുടെ ഈ പ്രായം ഉപകരിക്കും. കാരണം നാളെ നിങ്ങളുടെ മക്കൾക്ക് അവർ പോകുന്നിടത്ത് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ആഗ്രഹം, അല്ലാതെ ബാത്റൂമിലേക്കും ബെഡിലേക്കും പിടിച്ചുകൊണ്ട് നടക്കാനല്ല ആഗ്രഹം. അതുപോലെ തന്നെ നിങ്ങളുടെ ചെറുമക്കൾ ഓടി വന്ന് നിങ്ങളുടെ മടിയിൽ കയറി ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ ആശുപത്രികൾ വിസിറ്റ് ചെയ്യാനല്ല. നിങ്ങളുടെ മക്കൾക്കും മറ്റുള്ളവർക്കും ഒരു സന്തോഷം വരുമ്പോൾ ഓടി വന്ന് കുറച്ച് മധുരം വാങ്ങിച്ച് അത് സന്തോഷത്തോടെ വായിൽ വെച്ച് തരാനാണ് അവർ ആഗ്രഹിക്കുന്നത്, അല്ലാതെ ഇൻസുലിൻ്റെ മരുന്ന് തരാനല്ലല്ലോ. ചില അസുഖങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ തന്നെ ചെയ്ത് കൂട്ടുന്ന ആവശ്യമില്ലാത്ത ചില പണികൾ കാരണം നമുക്ക് ചില രോഗങ്ങൾ വരും, ഒരുപാട് രോഗങ്ങൾ വരും. അത് നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ ഭർത്താവിന് ഒക്കെ കാണേണ്ടത് പെർഫെക്റ്റ് ആയിരിക്കുന്ന വീടിനേക്കാൾ ആരോഗ്യത്തോടെ ഇരിക്കുന്ന അമ്മയാണ്. അമ്മയുടെ ആരോഗ്യമാണ് ആ വീടിൻ്റെ മൊത്തത്തിലുള്ള സന്തോഷത്തിൻ്റെ ആസ്പദമാകുന്നത്. അല്ലാതെ അവിടെ ഇവിടെയും ഇച്ചിരി പൊടിയോ ഇവിടെയും അവിടെയും കുറച്ച് അടുക്കി വെക്കാത്ത പുസ്തകങ്ങളോ ഉണ്ടായോ ഒന്നും പറ്റില്ല. സ്വന്തം സന്തോഷത്തിൽ സ്വന്തമായി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും സ്വന്തമായി ആരോഗ്യം നിലനിർത്താനും ഈ പ്രായത്തിനെ ഉപയോഗിക്കൂ.